ഹായ്, ക്രേസി ഫ്രീക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക കേട്ടോ. നമ്മൾ ഇന്ന് നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ചെറിയ കുട്ടികൾക്കുള്ള ട്രൗസറാണ്. നമ്മൾ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനേക്കാളും കുറച്ചും കൂടി സൈസുള്ള ടൈപ്പ് ട്രൗസറാണ് കേട്ടോ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു 6 മാസം തുടങ്ങി ഒരു 2 വയസ്സ് വരെയൊക്കെ യൂസ് ചെയ്യാവുന്ന 2-2.5 വയസ്സൊക്കെ വരെ യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള ട്രൗസേഴ്സായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. യൂണിസെക്സ് ആയിരുന്നു, ആർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള ട്രൗസേഴ്സായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു 1.5 വയസ്സ് തുടങ്ങി അല്ലെങ്കിൽ ഒരു 2 വയസ്സ് 1.5 വയസ്സ് തുടങ്ങി യൂസ് ചെയ്യാൻ പറ്റും. വണ്ണം കുറവുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒരു 2 വയസ്സുള്ള കുട്ടികൾക്കാണ് കേട്ടോ പറ്റുള്ളൂ. ഒരു 2 വയസ്സ് തുടങ്ങി ഒരു 3.5 വയസ്സ് വരെ യൂസ് ചെയ്യാവുന്ന രീതിയിൽ. 3.5 എന്ന് പറഞ്ഞാൽ കുറച്ച് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറ്റി യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഞാനൊരു ഏജ് പറയണമെന്നുള്ളൂ. നമുക്കപ്പോൾ ഒരു അത്രയും ആ ഒരു ഏജിൽ വരുന്ന ആ ഒരു കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള ട്രൗസറാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് നമുക്ക് അറിയാലോ, ഒരു 3-4 വയസ്സ് വരെയുള്ള കുട്ടികൾ, ഒരു 3 വയസ്സ് വരെയുള്ള കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അവർക്ക് ട്രൗസേഴ്സിൻ്റെ എണ്ണം, ട്രൗസറും അതെ ബനിയനും അതെ എത്ര എണ്ണം ഉണ്ടെന്നുണ്ടെങ്കിലും മതിയാവില്ല അല്ലേ. മാറ്റി എന്തെങ്കിലും ചെളിയൊക്കെ പിടിപ്പിച്ചുകൊണ്ടിരിക്കും എപ്പോഴും. അപ്പം നമുക്ക് എപ്പോഴും അത് കഴുകിയിട്ട് കഴിഞ്ഞുമ്പോൾ അത് 2-3 ചില മെറ്റീരിയൽസൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2-3 പ്രാവശ്യം കഴുകുമ്പോഴത്തേനും കംപ്ലൈൻറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എപ്പോഴും ആവശ്യമുള്ള ഐറ്റമാണ്. നമുക്ക് കടയിൽ പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റേറ്റ് കൂടുതലായിരിക്കും. ഞാൻ നിങ്ങൾക്ക് ഓഫറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അറിയാമല്ലോ. 25 രൂപയാണ് നമ്മൾ ഒരു ട്രൗസറിന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഈ കാണിക്കുന്നതിനാണെന്നുണ്ടെങ്കിൽ 30 രൂപയാണ്. 30 രൂപയുടെ ട്രൗസറാണ്. വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല, പെട്ടെന്ന് ഡാമേജ് വരുന്ന രീതിയിലുള്ള ട്രൗസറല്ല കേട്ടോ. നിങ്ങൾക്കിത് അത്യാവശ്യം ഞാൻ കാണിച്ചു തരാം. മെറ്റീരിയൽ കോട്ടൺ മെറ്റീരിയലാണ് പറഞ്ഞത്. വേറെ ഇടാനായിട്ടൊക്കെ ആയാലും വലിയ അസ്വസ്ഥതയൊന്നും ഉണ്ടാവില്ല. യൂണിസെക്സ് ആണ് കേട്ടോ, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും യൂസ് ചെയ്യാവുന്നതാണ്. ചെക്കൊക്കെ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് പറഞ്ഞത്. പല കളേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മൾ ഒരെണ്ണം പറയണത് 30 രൂപയാണ്. നിങ്ങൾക്ക് 12 എണ്ണം നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 250 രൂപയ്ക്ക് തരും. 12 എണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 250 രൂപയ്ക്ക് തരും. നിങ്ങൾക്ക് അതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ കേട്ടോ. അതായത് നമ്മളിപ്പോൾ ട്രൗസേഴ്സും പാൻസും, കുട്ടികളുടെ പാൻസ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ വേറെ ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ള ട്രൗസേഴ്സും അത് 25 രൂപയുടെ ട്രൗസറായിരുന്നു ചെറുത് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ 30 രൂപയുടെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ അതുമാത്രമല്ല, പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനടുത്ത് വേറെ അയൽവക്കത്തുള്ള ആൾക്കാർക്ക് ആരെങ്കിലും ഇങ്ങനെ കുട്ടികളുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ എടുക്കുമ്പോൾ നിങ്ങൾ അവർക്കും കൂടി ഉള്ളത് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊറിയർ ചാർജ് ഒരു ബേർഡനായിട്ട് തോന്നില്ല. കൊറിയർ ചാർജിൻ്റെ ഒരു പ്രശ്നം നിങ്ങൾക്ക് അത്രയും തോന്നില്ല. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു 24 എണ്ണമൊക്കെ എടുത്തു കഴിഞ്ഞാലും ട്രൗസേഴ്സ് ഒരു 24 എണ്ണം എടുത്താലും നിങ്ങൾക്ക് 1 കിലോയിൽ ഒതുങ്ങും. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ അളവ് കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൊറിയർ ചാർജ് നിങ്ങൾക്ക് ഒഴിവായി കിട്ടും. അല്ലെങ്കിൽ കൊറിയർ ചാർജ് ഒഴിവായി കിട്ടുന്നതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2000 രൂപയ്ക്ക് മുകളിൽ സാരികൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ഷിപ്പിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3000 രൂപയ്ക്ക് മുകളിൽ നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാനുള്ള അവസരമുണ്ട്. സാരിയും അതുപോലെ ഈ ഡ്രസ്സുകൾ എന്തൊക്കെ ആയാലും ടോപ്പ് ഇതൊക്കെ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നിങ്ങളൊരു 3000 രൂപയ്ക്ക് മുകളിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോഴും ഫ്രീ ഷിപ്പിംഗ് ആണ്. ഇനി ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഈ ഓഫർ വയ്ക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ 30 രൂപയുടെ ട്രൗസറാണ്. നിങ്ങൾ ഒരെണ്ണം 2 എണ്ണമൊക്കെ ആയിട്ട് എടുക്കുമ്പോൾ നിങ്ങൾ ഫുൾ എമൗണ്ട് ആയിട്ട് തരണം. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊറിയർ ചാർജ് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ട്രൗസർ വാങ്ങിച്ചു കഴിഞ്ഞാൽ 30 രൂപയാണ്, കൊറിയർ ചാർജ് പറഞ്ഞാൽ 70 രൂപയാണ്. അപ്പോൾ 100 രൂപയായില്ലേ. ആ 100 രൂപയ്ക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ചും കൂടി റേറ്റുള്ള ഐറ്റം എന്തെങ്കിലും വേണമെങ്കിൽ വാങ്ങാം. അല്ലെങ്കിൽ എന്തായാലും ഈ റേറ്റിൽ കിട്ടില്ല, പക്ഷേ എന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് നിന്ന് ഒരെണ്ണം വാങ്ങുന്നത് വേണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് 2-3 എണ്ണം വാങ്ങാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ അതും കൂടി ഒന്ന് മനസ്സിൽ വെച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. എണ്ണം കൂടുതൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കൊറിയർ ചാർജ് വരുമ്പോൾ അത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു കിലോയിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ഐറ്റംസ് ആയിട്ട് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊറിയർ ചാർജ് എന്ന് പറയുന്നത് എന്തായാലും 70 രൂപ വേണ്ടി വരും. 2000 രൂപയ്ക്ക് താഴെയാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ. പക്ഷേ നിങ്ങൾക്കത് ഒരു നഷ്ടം പോലെ ഫീൽ ചെയ്യില്ല.
പിന്നെ അതിനുള്ള എളുപ്പവഴി ഞാൻ പറഞ്ഞു. നിങ്ങൾ കസിൻസ് വീടിനടുത്തുള്ള കുട്ടികളൊക്കെ ഉള്ള വീടുകളാണെന്നുണ്ടെങ്കിൽ അടുത്തുള്ളവരോട് ചോദിച്ച് നോക്കുക, അവർക്ക് യൂസ് ചെയ്യാവുന്നതാണല്ലോ. അങ്ങനെ ചെയ്യുക. അതല്ല നിങ്ങളുടെ കസിൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടിയായിട്ട് നിങ്ങൾ ഒരുമിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്കിത് ഷെയർ ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഈ കൊറിയർ ചാർജ് കാര്യം വലിയ എമൗണ്ടൊന്നല്ല, പക്ഷെ എന്നാലും അത് വലിയ എമൗണ്ടായിട്ട് തോന്നുന്ന ആളുകളുണ്ട്. നമുക്ക് ഓരോ രൂപയും അതുപോലെ നമ്മൾ സൂക്ഷിച്ചാണല്ലോ എടുക്കുക. നമ്മൾ പോവാത്ത രീതിയിലല്ലേ നമ്മൾ സേവ് ചെയ്യണേ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു ടിപ്പായിട്ട് പറയാം. ടിപ്പല്ല, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും പലരും. ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ട്രൗസർ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ ട്രൗസർ പറയുന്നത്. ഇത് പുറത്തേക്ക് യൂസ് ചെയ്യാനായിട്ട് എത്രത്തോളം ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കുഴപ്പമൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടാം, കുഴപ്പമൊന്നുമില്ല. പിള്ളേരല്ലേ, അപ്പോൾ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ഇത് നോക്കി, വേണമെങ്കിൽ പുറത്തേക്ക് വിടാം. നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് കണ്ടോ, ഇതിൻ്റെ ഈ ട്രൗസറിൻ്റെ സ്റ്റിച്ചിങ് ആയാലും പെട്ടെന്ന് പോകുന്ന ടൈപ്പല്ല. ഞാൻ ഇതൊരു കളർ എടുത്ത് കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വാങ്ങിച്ചിട്ടുള്ള ആളുകൾക്കറിയാം, അവർക്ക് ഇഷ്ടമുള്ള കളേഴ്സ് നമ്മുടെ നിന്ന് സെലക്ട് ചെയ്ത് തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതെ, ഇതിങ്ങനെ വരും. ഇപ്പോൾ ഈ സൈഡാണെന്നുണ്ടെങ്കിലും ഇങ്ങനെയാണ്, പല കളേഴ്സിലുണ്ട്. നിങ്ങൾക്കിപ്പോൾ പുറത്തേക്കൊക്കെ ഇടുന്നുണ്ടെങ്കിലും വേണമെങ്കിൽ ഇടാം. നമ്മൾ കൂടുതലിത് വീട്ടിൽ നിന്നുള്ള രീതിയിലാണ് പറയണത്. പക്ഷേ പുറത്തേക്കും അത്യാവശ്യം ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല. സ്റ്റിച്ചിങ് നല്ല സ്റ്റിച്ചിങ്ങാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ.